അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാത്രിയിൽ മാത്രം തുറക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഹൃദയങ്ങൾക്ക് മാത്രം കേൾക്കാനാവുന്ന വിധി പുനഃക്രമീകരിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ്. ലോകം നിശബ്ദമാവുകയും എന്നാൽ സ്വർഗം ഉണരുകയും ചെയ്യുന്ന ഒരവസരമുണ്ട്. ശബ്ദമില്ലാതെ വിധിയെഴുത്തുകൾ മാറുന്ന, വാതിലുകൾ തുറക്കപ്പെടുന്ന, അള്ളാഹുവിനെ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഹൃദയങ്ങളെ അവൻ അന്വേഷിക്കുന്ന ഒരിടം. മിക്ക ആളുകളും ഉറങ്ങിക്കിടക്കുന്ന ഈ സമയം മിക്ക ഹൃദയങ്ങൾക്കും അതിൻ്റെ ശക്തി അറിയില്ല. എന്നാൽ ആ ഇരുട്ടിൽ എഴുന്നേൽക്കുന്നവർ, അവൻ്റെ നാമം മന്ത്രിക്കുന്നവർ, അവർക്ക് പകൽ ഒരിക്കലും നൽകാൻ കഴിയാത്ത അത്ഭുതങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കുന്നു. റൂമി പറഞ്ഞു, പകൽ മറയ്ക്കുന്നത് രാത്രി വെളിപ്പെടുത്തുന്നു. ഇന്ന് തഹജ്ജുദിൻ്റെ രഹസ്യങ്ങളാണ് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, നിങ്ങളുടെ ഭാവിയെ മാറ്റിയെഴുതുന്ന, നിങ്ങളുടെ നാമം മലക്കുകളുടെ സദസ്സുകളിലേക്ക് ഉയർത്തുന്ന നിസ്കാരം. നിങ്ങൾക്കൊരു വഴി കണ്ടെത്താനായില്ലെങ്കിൽ, കാത്തിരിക്കുകയാണെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ എന്തോ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം. നമുക്ക് തുടങ്ങാം. റൂമി പഠിപ്പിക്കുന്നത് തഹജ്ജുദ് നിങ്ങൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപേ തുടങ്ങുന്നുവെന്നാണ്. ഇന്ന് രാത്രി ഞാൻ അള്ളാഹുവിനു വേണ്ടി എഴുന്നേൽക്കും എന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്ന ആ നിമിഷത്തിൽ അത് ആരംഭിക്കുന്നു. ആ നീയത്ത് മാത്രം ഒരു ആരാധനയായി എഴുതപ്പെടുന്നു. നിങ്ങൾ ഉറങ്ങിപ്പോയാൽ പോലും നിങ്ങളുടെ പരിശ്രമം മലക്കുകൾ രേഖപ്പെടുത്തുന്നു. തഹജ്ജുദ് ശരീരത്തിൻ്റെ ഒരു നിസ്കാരമല്ല. നിങ്ങൾ ഉണരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആത്മാവ് ആരംഭിക്കുന്ന ഒരു രഹസ്യ സംഭാഷണമാണ് അത്. നിങ്ങൾ തഹജ്ജുദിനായി ഉണരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്നു. അതിൻ്റെ ഭയങ്ങൾ, അതിൻ്റെ ഭാരം, അതിൻ്റെ ആഗ്രഹങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ രാത്രി മുറുകി പിടിച്ചതായി തോന്നും. നിങ്ങളുടെ ഹൃദയം ആത്മാർത്ഥമാണെങ്കിൽ രാത്രി ശാന്തമായി മാറും. ലോകം കാണാതെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എങ്ങനെ നിൽക്കുന്നു, അതാണ് നിങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത്. തഹജ്ജുദിലെ ഓരോ റക്അത്തും നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിലുള്ള ഓരോ മറയെയും നീക്കുന്നുവെന്ന് റൂമി പഠിപ്പിക്കുന്നു. ആദ്യത്തെ റക്അത്ത് ഹൃദയത്തെ മൃദുവാക്കുന്നു, അടുത്തത് മനസ്സിനെ വ്യക്തമാക്കുന്നു, അതിനുശേഷമുള്ളവ നിങ്ങളുടെ ഭാരങ്ങളെ കഴുകിക്കളയുന്നു. രാത്രിയിലെ സുജൂദിൽ മറ്റൊരവസരത്തിലും കണ്ടെത്താൻ കഴിയാത്ത ഒരു രഹസ്യമുണ്ട്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ നെറ്റി തറയിൽ വയ്ക്കുമ്പോൾ അസാധാരണമായ ഒന്ന് സംഭവിക്കുന്നു. പകൽ മുഴുവൻ നിങ്ങളെ പിന്തുടരുന്ന, ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒടുവിൽ നിശബ്ദമാകുന്നു. അവിടെ ബഹളമില്ല, സമ്മർദ്ദമില്ല, ആരുടെയും കണ്ണുകൾ നിങ്ങളെ നിരീക്ഷിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ സൃഷ്ടാവും മാത്രം. സുജൂദ് എന്നത് ശരീരം താഴ്ത്തുക മാത്രമല്ല, അഹംഭാവത്തെയും ഭയങ്ങളെയും ഹൃദയത്തെ ഞെരിക്കുന്ന ഭാരങ്ങളെയും താഴ്ത്തുന്നതാണ്. ഓരോ സുജൂദിലും നിങ്ങൾ വാക്കുകളില്ലാത്ത ഒരു ഏറ്റുപറച്ചിലാണ്. റൂമി പറയുന്നു, ഈ നിമിഷത്തിൽ അടിമക്ക് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത ഒരു സാമീപ്യം ലഭിക്കുന്നു. കാരണം രാത്രിയിലെ ഈ സുജൂദ് ഒരു പ്രവൃത്തിയല്ല, അതൊരു കൂടിച്ചേരലാണ്. തഹജ്ജുദിൽ നടത്തുന്ന ദുആകൾക്ക് ദൈവികമായ വേഗതയുണ്ട് എന്ന് റൂമി പഠിപ്പിക്കുന്നു. അവ അദൃശ്യമായ മണ്ഡലങ്ങളിലൂടെ വേഗത്തിൽ ഉയരുന്നു, ആത്മാർത്ഥതയാൽ വഹിക്കപ്പെട്ട് നിരാശയാലല്ല. രാത്രിയിലെ നിശബ്ദതയിൽ ഹൃദയം എല്ലാ കാപട്യങ്ങളിൽ നിന്ന് മുക്തമാകുമ്പോൾ നിങ്ങളുടെ ദുആ മലക്കുകൾ എടുക്കാൻ തിരക്കുകൂട്ടുന്ന ഒരു മന്ത്രമായി മാറുന്നു. നിങ്ങൾ ഉറക്കമുണരുന്നത് ത്യാഗമാണ്. നിങ്ങൾ തഹജ്ജുദിൽ കൈകൾ ഉയർത്തുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ആവശ്യം ഉറക്കത്തെക്കാളും സുഖസൗകര്യങ്ങളെക്കാളും നിങ്ങളുടെ വേവലാതികളെക്കാളും ശക്തമാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. യാ അല്ലാഹ്, എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്നൊരു ഹൃദയം മന്ത്രിക്കുമ്പോൾ ആ വാക്കുകൾ ആകാശത്തിൻ്റെ കവാടങ്ങളെ ഒരു ലൈറ്റ് കിരണം പോലെ കീറിമുറിക്കുന്നു. മലക്കുകൾ പോലും രാത്രിയിൽ നിസ്കരിക്കുന്നവരെ തിരിച്ചറിയുന്നു. അവരെ അവർ ആത്മാർത്ഥരുടെ കൂട്ടത്തിൽ വിളിക്കുന്നു. നിങ്ങൾ ഉടനടി മറുപടി കണ്ടെന്നു വരില്ല. പക്ഷേ തഹജ്ജുദിൽ നിങ്ങൾ സംസാരിക്കുന്ന നിമിഷം അദൃശ്യമായ ലോകത്ത് ഒരു പ്രക്രിയ ആരംഭിക്കുന്നു. വാതിലുകൾ പുനഃക്രമീകരിക്കുന്നു, വഴികൾ തുറക്കപ്പെടുന്നു, വിധികൾ മാറുന്നു. തഹജ്ജുദിലെ ദ്വാകൾ വെറുതെ തിരിച്ചു പോകുന്നില്ല. രാത്രിയിലെ നിശബ്ദതയിലെ ഒരു മന്ത്രത്തെയും അവഗണിക്കാത്തവൻ്റെ അടുത്തേക്ക് അതെത്തുന്നു. സംസാരിക്കാൻ കഴിയാത്തത്ര ആഴത്തിൽ അടക്കം ചെയ്ത വേദനകളുണ്ട്. കാലങ്ങൾ കഴിഞ്ഞിട്ടും മുറിവേൽപ്പിക്കുന്ന ഓർമ്മകളുണ്ട്. തഹജ്ജുദ് സൃഷ്ടിക്കപ്പെട്ടത് ഈ മുറിവുകൾക്കാണ്. വരൂ, നിങ്ങൾക്ക് സുഖം തേടുന്ന നിങ്ങളായി തന്നെ വരൂ എന്നാണ് അള്ളാഹു വിളിക്കുന്നത്. തഹജ്ജുദ് പൂർണ്ണതയുടെ പ്രാർത്ഥനയല്ല, അത് മുറിവേറ്റവരുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ ഇരുട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം പകലിൽ ഒരിക്കലും ഇല്ലാത്ത വിധത്തിൽ സത്യസന്ധമാകുന്നു. റൂമി വിശദീകരിക്കുന്നു, രാത്രിയിൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഹൃദയം വളരെ കാലമായി പിടിച്ചു നിർത്തിയ വേദനയെ പുറത്തുവിടാൻ തുടങ്ങുന്നു. ഓരോ സുജൂദും സമർപ്പണമായി മാറുന്നു, ഓരോ കണ്ണുനീരും മോചനമായി മാറുന്നു. നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതേ ജീവിതം, അതേ പ്രശ്നങ്ങൾ, അതേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം.
പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിന് ഭാരം കുറഞ്ഞതായി തോന്നും, മൃദുവായി തോന്നും. അതാണ് സൗഖ്യം. തഹജ്ജുദിനായി എഴുന്നേൽക്കുന്നവർ വെറുതെ നിസ്കരിക്കുകയല്ല, അവർ അദൃശ്യമായ ലോകത്ത് എഴുതപ്പെട്ട ഒരു ദൈവിക രജിസ്റ്ററിൽ പ്രവേശിക്കുകയാണ്. നിങ്ങൾ രാത്രിയിൽ ഉണർന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരത്ഭുതം സംഭവിക്കുന്നു. നിങ്ങളുടെ പേര് മലക്കുകളുടെ ഇടയിൽ പറയപ്പെടുന്നു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ, നിങ്ങളെ ആരും കാണാത്തപ്പോൾ, ആരും നിങ്ങളെ പുകഴ്ത്താത്തപ്പോൾ, നിങ്ങൾ എഴുന്നേൽക്കാൻ നടത്തിയ പോരാട്ടം ആർക്കും അറിയാത്തപ്പോൾ അള്ളാഹു നിങ്ങളെ ഉന്നതമായ സദസ്സുകളിൽ ആദരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, രാത്രിയിൽ നിസ്കരിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു മലക്കുകളോട് അഹങ്കരിക്കും. ചിന്തിച്ചു നോക്കൂ, ആകാശങ്ങളുടെ നാഥൻ നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു. റൂമി പറയുന്നു, ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി ഭൗമികമായ അംഗീകാരമല്ല, പ്രകാശത്തിന്റെ മണ്ഡലത്തിൽ ഓർമ്മിക്കപ്പെടുന്നതാണ്. തഹജ്ജുദ് നിങ്ങൾക്ക് ആ ബഹുമതി നൽകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാലും അദൃശ്യമായ ലോകത്ത് നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പതിയെ മന്ത്രിക്കുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളുടെ ശബ്ദം ദൂരേക്ക് സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ശക്തിക്കോ ആസൂത്രണങ്ങൾക്കോ സ്വാധീനത്തിനോ തുറക്കാൻ കഴിയാത്ത വാതിലുകൾ ജീവിതത്തിലുണ്ട്. നിങ്ങളെല്ലാം ശ്രമിച്ചിട്ടും വഴിയടഞ്ഞു കിടക്കുന്നു. റൂമി പഠിപ്പിക്കുന്നു, ഇവ പരിശ്രമത്തിന്റെ വാതിലുകളല്ല, ഇവ രാത്രിയുടെ വാതിലുകളാണ്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ തന്നെ തേടുന്നവർക്ക് മാത്രം അള്ളാഹു നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. തഹജ്ജുദ് എന്നത് ലോകം അസാധ്യമാണെന്ന് പറഞ്ഞതിനെ സ്വർഗം പുനഃക്രമീകരിക്കുന്ന നിമിഷമാണ്. ഒരാത്മാർത്ഥമായ ഒറ്റ രാത്രി നിസ്കാരം നിങ്ങളുടെ കൈകൾക്ക് കഴിയാത്തതിനെ ചലിപ്പിക്കാൻ കഴിയും. അടഞ്ഞ ഓരോ വാതിലിനും പിന്നിലും ഒരു മറഞ്ഞ ജ്ഞാനമുണ്ട്. ചിലപ്പോൾ അള്ളാഹു അത് അടയ്ക്കുന്നത് നിങ്ങൾ മുന്നോട്ട് നോക്കുന്നതിന് പകരം മുകളിലേക്ക് നോക്കാൻ വേണ്ടിയാണ്. രാത്രിയിൽ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ അവൻ വേഗത്തിൽ, സൗമ്യമായി, മനോഹരമായി വാതിലുകൾ തുറക്കും. നിങ്ങൾ നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഉത്തരങ്ങളുമായി മലക്കുകൾ ഇറങ്ങുന്നുണ്ടാവാം. തഹജ്ജുദ് പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, പ്രശ്നങ്ങൾ കീഴടങ്ങുന്ന ഒരിടമാണത്. തഹജ്ജുദിൽ ഒഴുകുന്ന കണ്ണുനീർ ദുർബലതയുടെ അടയാളമല്ല, അത് ബന്ധത്തിന്റെ, കണക്ഷന്റെ തെളിവാണ്. ലോകം നിങ്ങളോട് ശക്തനായിരിക്കാൻ പറയും, എന്നാൽ രാത്രി പറയുന്നത് മറ്റൊന്നാണ്. തഹജ്ജുദിൽ നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ തകരുകളല്ല, നിങ്ങൾ തുറക്കുകയാണ്. വളരെ കാലമായി അടഞ്ഞുകിടന്ന ഹൃദയം തുറക്കുന്നു. റൂമി പറയുന്നു, രാത്രിയിലെ കണ്ണുനീർ മലക്കുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ്. അവ സങ്കടമായിട്ടല്ല, ആത്മാർത്ഥതയായിട്ടാണ് ഉയരുന്നത്. അവ നിങ്ങളുടെ മുഖത്ത് നിന്ന് താഴേക്ക് വീഴുന്നില്ല, അവ നിങ്ങളുടെ നാഥന്റെ അടുത്തേക്ക് വീഴുന്നു. നിങ്ങൾക്ക് സമാധാനത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയണമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. എന്നാൽ റൂമി പറയുന്നു, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോവുക. വിറച്ചുകൊണ്ടു പോവുക, ആശയക്കുഴപ്പത്തോടെ പോവുക, തകർന്ന ഹൃദയത്തോടെ പോവുക. കാരണം ആ ഭാരം ഇറക്കി വെക്കാനുള്ള ഇടമാണ് രാത്രി. റൂമി ഒരു സത്യം വെളിപ്പെടുത്തുന്നു, നിങ്ങൾ തഹജ്ജുദിനായി ഉണരുന്നതല്ല, അള്ളാഹു നിങ്ങളെ ഉണർത്തുന്നതാണ്. നിങ്ങൾ അലാം വെച്ചേക്കാം, പക്ഷേ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്ന ആ നിമിഷം അറിയുക, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. തഹജ്ജുദ് എന്നത് നിങ്ങൾ വളർത്തുന്ന ഒരു ശീലമല്ല, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിളിയാണ്. അള്ളാഹു ഒരു അടിമയെ സ്നേഹിക്കുമ്പോൾ അവൻ 2 സമ്മാനങ്ങൾ നൽകും: ഉണരാനുള്ള ആഗ്രഹം, അവന്റെ മുന്നിൽ നിൽക്കാനുള്ള ശക്തിയും. ഇത് രണ്ടും നിങ്ങളുടെ മാത്രം ഇച്ഛാശക്തിയിൽ നിന്ന് വരുന്നതല്ല. അള്ളാഹു നിങ്ങളെ ഉണർത്തിയാൽ അതിൻ്റെ അർത്ഥം അവന് നിങ്ങൾക്കെന്തോ നൽകാനുണ്ടെന്നാണ്. നിങ്ങൾ പകൽ സമയത്ത് നേടാത്ത കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്കായി രാത്രിയിൽ ഒരുക്കുന്നു. തഹജ്ജുദ് എന്നത് ദൈവികമായ സമ്മാനങ്ങൾ നിശബ്ദമായി ഇറങ്ങിവരുന്ന സംഗമസ്ഥലമാണ്. റൂമി ആത്മാവിനെ തുളച്ചുകയർന്ന ഒരു സത്യത്തോടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ രാത്രിയിൽ ഉണർന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നിങ്ങളെ ഓർത്തുവെന്നാണ്. നിങ്ങൾ ഇരുട്ടിൽ കണ്ണു തുറക്കുമ്പോൾ, നിങ്ങളുടെ കാലുകൾ തണുത്ത തറയിൽ സ്പർശിക്കുമ്പോൾ, ലോകമുറങ്ങുമ്പോൾ നിങ്ങൾ അവൻ്റെ നാമം മന്ത്രിക്കുമ്പോൾ അറിയുക, അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്ന ഒരു നിമിഷത്തിലേക്ക് നിങ്ങളുടെ നാഥൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. തഹജ്ജുദ് തെളിവാണ്. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും തിരികെ വരാൻ കഴിവുള്ളതാണ്. നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീപ്പൊരിയെങ്കിലും അനുഭവപ്പെട്ടെങ്കിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ഇന്ന് രാത്രി അള്ളാഹു നിങ്ങളെ വിളിക്കുന്നു. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ജീവിതം എളുപ്പമാകുമ്പോഴല്ല, ഇന്ന് രാത്രി. 2 റക്അത്തിൽ തുടങ്ങുക, ഒരു മന്ത്രത്തോടെ തുടങ്ങുക. ഇരുട്ടിൽ ഒരു യാ അല്ലാഹ് എന്ന വാക്കിൽ തുടങ്ങുക. കാരണം രാത്രി ആവശ്യപ്പെടുന്നത് പൂർണ്ണതയല്ല, അത് ആത്മാർത്ഥതയാണ്. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നത്, വഴിതെറ്റിയ ആത്മാക്കൾക്ക് ദിശ ലഭിക്കുന്നത്, മറക്കപ്പെട്ടവർ തങ്ങളെ ഒരിക്കലും മറന്നിട്ടില്ലെന്ന് കണ്ടെത്തുന്നതുമായ ഒരിടമാണ് തഹജ്ജുദ്. അതുകൊണ്ട് എഴുന്നേൽക്കുക. നിങ്ങളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടെങ്കിലും മന്ത്രിക്കുക. നിങ്ങളുടെ നെറ്റി തറയിൽ വെക്കുക. കാരണം അള്ളാഹു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അടുത്താണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നൽകട്ടെ. നമ്മുടെ ഹൃദയം സുഖപ്പെടുത്തട്ടെ. നമ്മുടെ വഴികൾ തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ.